തങ്കമണി ആണെങ്കിലും രാംലീല ആണെങ്കിലും ബാന്ദ്ര ആണെങ്കിലും ഒക്കെ ഒരു സീരിയസ് ടോണിൽ പോയതിനു ശേഷമാണ് പവി കെയർ ടേക്കർ വരുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പവി എന്ന റോൾ, പവിത്രൻ റോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് പ്രേക്ഷകരോട് എന്തൊക്കെ രീതിയിലായിരിക്കും ഈ സിനിമ എത്താൻ പോകുന്നത് ദിലീപേട്ടൻ പ്രേക്ഷകരിലേക്ക്? ഇല്ല, ഇപ്പൊ നമ്മള് ഒരു ഹ്യൂമർ ടച്ച് ഉള്ള വേഷം ലാസ്റ്റ് ചെയ്തത് വോയിസ് ഓഫ് സത്യനാരായണ. കേശു വീടിന്റെ പിന്നെ ബിഗ് സ്ക്രീനിലായിരുന്നില്ല, OTT-ലായിരുന്നു. പക്ഷെ അതും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആ സിനിമ ബിഗ് സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ ഗംഭീര, കാരണം അത്രയും ഹ്യൂമറും കാര്യങ്ങളും ആൾക്കാർ പൊട്ടിച്ചിരിച്ചു പോകുന്ന സംഭവം. ഒരുപാട് എല്ലാവരും കണ്ട സിനിമകളിൽ ഒന്നാണ് കേശു വീടിന്റെ നാഥൻ. അതുപോലെ വോയിസ് ഓഫ് സത്യനാഥനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. ഒരുപാട് പേരാണ് അത് സ്ക്രീനിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ കണ്ട സിനിമയാണ്. പിന്നെ അതിന് ശേഷം വന്ന പിന്നെ 2 സിനിമകൾ അങ്ങനെ ഒരു ഹ്യൂമറും ഇല്ലാത്ത 2 സിനിമ, 2 വേറെ ടൈപ്പ് സിനിമകളാണ്. ഇപ്പോൾ വീണ്ടും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ചേരുവകളും കോർത്തിണങ്ങിയ ഒത്തൊരുമിച്ച് വന്ന ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ. അപ്പം അത് ദൈവാനുഗ്രഹിച്ച് എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചു. കുടുംബ പ്രേക്ഷകർ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ എല്ലാവരും എൻ്റെ പുറകെ നിൽക്കുന്നു. അതുപോലെ ജാതി മത ഭേദമന്യേ, പ്രായഭേദമന്യേ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ആവേശം ഉണ്ടല്ലോ സിനിമയ്ക്ക്. അത് ദൈവാനുഗ്രഹിച്ച് നമുക്ക് തിയേറ്ററിൽ കാണുന്ന വലിയ സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പൊ തങ്കമണിയൊക്കെ ഇറങ്ങിയ സമയത്താണെങ്കിലും തങ്കമണി എന്ന സിനിമ കുറച്ചൊരു ആൾക്കാർ മാത്രം ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്ത പോലെ തോന്നി. കാരണം തങ്കമണി അത്ര സൂപ്പർ ഹിറ്റ് ആവേണ്ട ഒരു സിനിമ ആയിരുന്നു. അപ്പം അങ്ങനെ ദിലീപേട്ടനെ ഫെൽറ്റ് ചെയ്തു ആരെങ്കിലും അങ്ങനെ ടാർഗറ്റഡ് ആയിട്ട്? കാരണം എവിടെ നിന്നാണെന്നറിയില്ല, കാരണം പ്രൊഫഷണലും പേഴ്സണലും രണ്ടും തുടങ്ങിയതല്ലോ. ഇപ്പം ഈ സിനിമ ഇറങ്ങുമ്പോഴും ഇത് ഇപ്പോൾ കുറേ ആളുകൾ പറയണ യൂത്തിൻ്റെ പടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതെങ്ങനെ യൂത്തിന് പ്രണയില്ല, യൂത്തിന് മരപ്പെട്ടി കണ്ട മനസ്സിലാവില്ലേ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നല്ലേ യൂത്തിലേക്ക് എത്തുന്നത്. ഇത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന സിനിമ എന്നല്ല, ഇത് എല്ലാവർക്കും ഇഷ്ടമാക്കാവുന്ന സിനിമ തന്നെയാണ്. സിനിമ അങ്ങനെ കാറ്റഗറൈസ് ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ പറയണം ചില സിനിമകൾ നമ്മൾ പറയായിരുന്നു, നമ്മൾ കുട്ടികളൊന്നും ഇതാക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഇത് കുടുംബ പ്രേക്ഷകർക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഫാമിലി പറ്റൂല എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കുട്ടികൾ തുടങ്ങി ഫാമിലി വരെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സിനിമ യൂത്തിന് പറ്റിയതല്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താ എനിക്ക് മനസ്സിലാവണില്ല. അപ്പം അങ്ങനെ അത് നടക്കും. പക്ഷെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഫാമിലിയുടെ ഒപ്പം തന്നെ യൂത്തും ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര അവരൊക്കെയാണ് വന്ന ആവേശത്തിൽ വന്നിട്ട് ചേട്ടാ ദിലീപേട്ട കാലിക്കിട്ടാ നമുക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വേണം കേട്ടോ എന്ന് പറയുന്നത്. അതാ വെറുതെ ഇങ്ങനെ പറയാന്നല്ല, എനിക്ക് തോന്നുന്നത് ടാർഗറ്റ് ചെയ്ത് പറയുന്നതാണ്. കാരണം ദിലീപേട്ടൻ്റെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിലീപേട്ടൻ്റെ കസേര അവിടെ തന്നെ ദിലീപേട്ടൻ ഉണ്ട്. കാരണം ദിലീപേട്ടൻ്റെ ഓരോ സീനുകളാണെങ്കിലും അത്രയധികം പെർഫെക്ഷനോടെ പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ അത്ര ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. തങ്കമണി കുറെ ആൾക്കാർ പറഞ്ഞു ഒരു ക്ലാസ് ഉണ്ട്, വേറെ എന്തെങ്കിലും ചളി കോമഡികൾ എന്നൊക്കെ പറയൂലേ. അപ്പൊ ആ സാധനങ്ങളില്ല, ദ്വയാർത്ഥങ്ങളില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഡീസന്റ് ആയിട്ട് വന്നിരുന്നു, നീറ്റായിട്ടൊരു സിനിമയെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് നമുക്ക് ക്ലീൻ യു കിട്ടിയ ഒരു സിനിമകളിൽ ഒന്നാണത്. വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ആദ്യം ഒരു ഫൈറ്റാണ് ദിലീപേട്ടൻ്റെ, അത് കഴിഞ്ഞിട്ടാണ് അത് ഡ്രീമിലേക്ക് പോകുന്ന ഒരിത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, കാരണം ദിലീപേട്ടൻ ഏത് സിനിമയാണെങ്കിലും അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരുപാട്, ഇപ്പം കല്യാണരാമൻ ഇറങ്ങിയ സമയത്താണെങ്കിലും എന്തെങ്കിലും കൗണ്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചോണ്ടൊക്കെ തന്നെ, അതായത് ആ കണ്ടിന്യൂസ് ചിരിച്ചങ്ങ് പോകും. അതിനുശേഷം അതുപോലെ തന്നെ നമ്മളിലേക്ക് എത്തി. ആ ചിരി ആ സീനിൽ ഇപ്പോഴും ഉണ്ട്. ഐലമീൻ അങ്ങനെ പറയണ ഒരു അതിൽ. അപ്പോൾ ഇതിൽ എങ്ങനെയല്ലേ ഇതിൽ ഷോട്ട് പോയപ്പോൾ അങ്ങനെ ദിലീപേട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് രസിച്ച് ചെയ്ത ഇതിനൊരു സീൻ ഉണ്ടായിരുന്നോ പവിക്കകത്ത്? ആഫ്റ്റർ ലോങ് ടൈം പവിയിലേക്ക് എത്തിയപ്പോൾ പവിയിലേക്ക് എത്തുമ്പോൾ ഈ പവിയുടെ ചില സ്വഭാവങ്ങൾ പവിത്രം കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ മാറി എന്ന് നോക്കി ഞാൻ കുറെ ചിരിച്ചിട്ടുണ്ട്. ഇയാൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്, ഇയാൾ എന്ത് മനുഷ്യൻ, ഇയാൾക്ക് വല്ല കാര്യമുണ്ട് അതിനകത്തൊക്കെ പോയി ഇടപെടണ്ടേ എന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ കഥാപാത്രത്തിനെ മാറി എന്ന് നോക്കി നമ്മൾ കമൻറ്റ് ചെയ്യാന്ന് പറയില്ലേ, നമ്മൾ തന്നെ ട്രോൾ ചെയ്യുക. ആരെങ്കിലും ഒരു നോർമൽ മനുഷ്യന് ഒരു ആവശ്യമില്ലാണ്ട് പോയി ഒരു സ്ഥലത്ത് ബെല്ലടിച്ച് പിന്നെ ഇയാൾക്ക് മനസ്സിലായത് ഇയാൾ ചിലപ്പോൾ തല്ലിയാലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടി. ഇയാൾ വാതിൽ തുറക്കാവുന്ന ടൈമിങ്ങിൽ ഇയാൾക്ക് അയാളുടെ മുമ്പിൽ നിന്ന് പോകണം. പിന്നെ ഇയാൾ ആ നിപ്പിൽ ലോകത്ത് ആരും ചെയ്യൂല, ചാടിക്കളയും എന്ന് പറയുന്ന രീതിയിൽ. അപ്പം ചില ആൾക്കാർ പറഞ്ഞു അത് നിങ്ങളുടെ പഴയ സിനിമ. ഇത് പവിത്രൻ, ഈ പവിത്രൻ ഇങ്ങനത്തെ ഉള്ള കുഴപ്പങ്ങളൊക്കെ ഒപ്പിക്കും.
ഇതുപോലെ ദിലീപേട്ടൻ തന്നെ മാറി മണ്ടത്തരങ്ങളും നിന്നിട്ട് പറയും ഇയാള് ചെയ്യും. ഇയാളിത് ചെയ്യും. ഇപ്പൊ പണ്ട് മീശമാധവൻ എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിൽ ഞാൻ 10-15 പേരെ സൈക്കിളിൽ പോയിട്ട് അടിയുണ്ട്, സൈക്കിൾ ഫൈറ്റ് ഇല്ലേ, ഭയങ്കര അങ്ങോട്ട് ട്രാവൽ അടിക്കുന്നത്. അപ്പൊ അത് ലാലു അത് അത്രയും പേര് വേണോ, അത് അങ്ങനെയാവോ, അത് കുഴപ്പമാവോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതില്ല. അപ്പൊ കുമാർ സാറ് പറഞ്ഞൊരു സാധനമുണ്ട്, ലാലു ദിലീപ് നിങ്ങളുടെ റൂംമേറ്റ് ആയിരുന്നു കാണും, നിങ്ങളുടെ സുഹൃത്തൊക്കെയൊക്കെയാണ്. ദിലീപിനെ വെച്ച് ഇങ്ങനെ ഫൈറ്റ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. പക്ഷെ ദിലീപ് ചിലപ്പോൾ 10-15 പേര് അടിക്കുമോ അത് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ മീശമാധവൻ അടിക്കും. ഈ കഥയിലെ ഹീറോ ദിലീപ് അടിക്കുമെന്നല്ല, അതെ മീശമാധവൻ അടിക്കും. കാരണം നമ്മൾ ആ ക്യാരക്ടറിന് അങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ പവിത്രൻ ഇത് ചെയ്യും. നമ്മൾ റിയൽ ലൈഫിൽ പോയി ചാടുമോ? അതില്ല, ഇയാൾ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഒപ്പിക്കും. നമ്മളത് ചെയ്തുള്ളൂ. ഇയാൾ വന്ന് അപ്പം നമ്മൾ ഇയാൾക്ക് ഇന്ത്യൻ്റെ കരണി എന്ന് തോന്നാവുന്ന കുഴപ്പങ്ങളൊക്കെ ഒപ്പിക്കുന്ന ഒരാളാണ് ഇയാൾ. അപ്പം അത് കണ്ടിട്ട് ചില ആൾക്കാർ അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പടത്തിൽ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ചെയ്യുന്നില്ല പറഞ്ഞ് അതാണ് ഇയാളുടെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്ത് അങ്ങനെയാണ്. ഞാനതുകൊണ്ട് ചില സാധനങ്ങൾ നമുക്കിപ്പോൾ അതല്ലാത്ത രീതിയിൽ നോർമലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇയാൾ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഒപ്പിക്കും. അതുകൊണ്ടാണ് ഇയാൾക്ക് കൂടെ ഇങ്ങനെ പതുക്കെ ട്രാവൽ ചെയ്യണം ജനങ്ങൾ. ഇതുപോലെ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് പോയിട്ട് അയാളൊരു സ്ഥലത്ത് പെട്ടു. അയാൾ ഭയങ്കര ശുദ്ധനാണല്ലേ എന്ന് തോന്നാവുന്ന ഒരു ക്യാരക്ടറാണത്. അതുപോലെ തന്നെ ദിലീപേട്ടൻ ഇപ്പം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ദിലീപേട്ടൻ്റെ ചാന്തുവട്ട് എടുത്താലും അതുപോലെ ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ എടുത്താലും കുഞ്ഞിക്കൂനൻ എടുത്താലും സൗണ്ട് തോമ എടുത്താലും എല്ലാവരും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇമോഷണലി നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും രസകരമായിട്ട് നീറ്റായിട്ട് അത് അങ്ങനെ കൊണ്ടുപോയി ആ സിനിമ അവസാനിപ്പിക്കും. അപ്പോൾ ദിലീപേട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ എത്തുമ്പോൾ, ഇപ്പോൾ കുഞ്ഞിക്കൂനാണെങ്കിൽ കൂനുള്ള ഒരാളാണ്, സൗണ്ട് തോമ ആകുമ്പോൾ സൗണ്ടിന് അത്രയധികം അത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു മുറിച്ചുകൊണ്ടുള്ള ആള്. അതുപോലെ തന്നെ വോയിസ് ഓഫ് സത്യനാഥൻ ആകുമ്പം നാക്കിന് അല്ലെങ്കിൽ എന്താ പറയുക പറഞ്ഞു കുഴപ്പിക്കില്ല, ഓരോരോ ആൾക്കാരാണ്, ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ ദിലീപേട്ടൻ്റെ മൈൻഡിലേക്ക് എത്തുമ്പോൾ ദിലീപേട്ടൻ എങ്ങനെയാണ് അതിന് അത്രയധികം പെർഫെക്ഷൻ കൊടുക്കുന്നത്? അതായത് ഇപ്പം നമുക്കൊക്കെ വേറൊരു ആൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമെങ്കിലും അതിനെ അതുപോലെ പോർട്രേ ചെയ്യാൻ പാടാണ്. അപ്പം എങ്ങനെ ദിലീപേട്ടൻ്റെ അടുത്തൊരു ക്യാരക്ടർ കിട്ടുമ്പം അതിലേക്ക് ഞാനൊരു കഥാകൃത്ത് നമ്മുടെ അടുത്തൊരു കഥ പറയുമ്പോൾ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മോൾഡ് ചെയ്ത് ഇയാൾക്ക് ഇങ്ങനെ ഇതുണ്ട്, ഇയാൾ ഇത്ര വയസ്സ്. ഇപ്പോൾ ഞാൻ അതിനകത്ത് ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ കല്യാണപ്രായം കഴിഞ്ഞ് അങ്ങോട്ട് കയറിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏകദേശം ഒരു 40s പോയിരിക്കുന്ന പോലത്തെ ഉള്ള ഒരാളാണ്. ഇയാളുടെ സ്ക്രീനേജ് അതാണ്. ഓക്കെ, അപ്പോൾ പ്രായമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഇയാൾ നരയിടുന്നുണ്ട്? ഇല്ല നരയിടുകയല്ല, പക്ഷെ എന്നാലും നമുക്ക് മെച്യൂർഡ് ആയിരിക്കണം. ഒരു കുട്ടിക്കളി പോലെ അല്ലാത്ത ഒരു മെച്യൂരിറ്റി ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ അതാണ് നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മീശക്ക് കട്ടി കൂട്ടി, അപ്പോൾ ഒരു ഒത്തിരി മെച്ചോർഡായിട്ട് തോന്നി, മുടിയൊക്കെ മേളിലേക്ക് ചീകി, പിന്നെ ഒന്നിനെക്കുറിച്ചും ബോധയുടെ അല്ല അയാൾ എന്നൊക്കെ പറയുന്ന രീതി, അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അങ്ങനത്തെ ഒരു പഴയ രീതിയിലുള്ള പോക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻ ചെയ്ത് ഇത് കിട്ടി നടക്കുന്ന ആൾ, പക്ഷെ ചെരുപ്പാണ് അയാൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാരാണെങ്കിലും ഷൂസൊക്കെ ഇട്ട് വളരെ നീറ്റാണ്, പക്ഷെ അയാൾ ഇതിൻ്റെ കൂടെ ചെരുപ്പൊക്കെ ഇട്ട് എന്നാൽ അയാൾക്ക് ഇൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും അയാൾ പഴയ ചെരുപ്പിലെ പോലെ ബോധമല്ലാത്ത രീതിയിൽ അയാൾ അതാണ് അയാളുടെ ഫാഷൻ ധരിച്ചു നടക്കുന്ന ഒരുത്തൻ.